ഏത് തരത്തിലാണ് അതിജീവിതയ്ക്കെതിരെ, അതിജീവിതയെ പിന്തുണച്ചവർക്കെതിരെ, ആ നിലപാടെടുത്തവർക്കെതിരെ എന്ന് തുടങ്ങി അതിപ്പുറത്തോട്ട് ജില്ലാ ജഡ്ജി പോലും സംശയ നിഴലിലായിട്ടുള്ള ഒരു നിയമ പോരാട്ടം, ആ, മറ്റൊരു ഒരു ഒരു കേസും ഇങ്ങനെയുള്ള ഘട്ടങ്ങളിലൂടെ കടന്നുപോയി മലയാളി കണ്ടിട്ടില്ല. അങ്ങനെയുള്ള ഒരു കേസിലാണ് വിധി വരുന്നത്. അപ്പോൾ വിധി വരുന്നതിന് മുൻപ് തന്നെ അതിനുശേഷം മാനനഷ്ട കേസ് കൊടുക്കും എന്ന് ദിലീപ് അനുകൂലികൾ നേരത്തെ തന്നെ പറയുന്ന ഒരു സാഹചര്യം ഇതിനകത്തുണ്ട്. ഏത് വിധി വന്നാലും നിയമ പോരാട്ടം അവസാനിക്കില്ല എന്നുള്ള കാര്യം കൂടിയാണ് വ്യക്തമാകുന്നത്. ആ സാഹചര്യം കൂടെ കണക്കിലെടുത്തുകൊണ്ട് എങ്ങനെ കാണണം നാളെ വരുന്ന വിധി? ഇല്ല, കോടതി എന്ന് പറയുന്നത് നീതിപീഠമാണോ അനീതിപീഠമാണോ എന്നുള്ളത് നമുക്ക് നാളെ അറിയാം. അത്രേ അതിൽ പറയാൻ പറ്റൂ. നാളത്തെ വിധി എന്താകും എന്നുള്ളത് ഒരു ഊഹം പോലും എനിക്ക് പറയാൻ കഴിയില്ല. കാരണം നേരത്തെ ശ്രീമതി ധന്യരാമൻ പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട്. പണത്തിന് മേലെ പരുന്തും പറക്കില്ല എന്ന് പറയുന്നത്, പണത്തിന് മേലെ ഇവിടെ പോലീസോ സർക്കാരോ കോടതിയോ ഒന്നും പറക്കാത്തൊരു സാഹചര്യത്തിലാണ് നമ്മളിപ്പോ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈവൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. 10 ദിവസത്തിന്റെ മുകളിലായിട്ട് പോലും അയാളെ പിടിക്കാനുള്ള ഒരു ശുഷ്കാന്തിയോ ആവേശമോ ആർക്കുമില്ല. അപ്പൊ അങ്ങനെ ഒരു അവസരത്തില് ഇത്രയും സ്വാധീനമുള്ള സിനിമാ ഫീൽഡിൽ കണ്ടില്ലേ, ഇപ്പോഴും അയാൾക്ക് വേണ്ടി ഇത്രയും വർഷത്തിന് ശേഷം വന്നിരുന്ന ചാനലുകളിൽ നിന്ന് വാദിക്കുന്ന ആൾക്കാരെ നമ്മൾ കാണുന്നുണ്ടല്ലോ. അപ്പം എത്രത്തോളം ഇയാള് പണവും മറ്റു സ്വാധീനവും ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളത് വ്യക്തമാണ്. ആക്രമിക്കപ്പെട്ട നടിക്ക് പോലും ആ ഒരു നിയമവ്യവസ്ഥയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ട ഒരു അവസ്ഥയിലാണ് അവർ പറഞ്ഞത് ജഡ്ജിയെ മാറ്റണം എന്നുള്ളത്. അപ്പം ഇത്രത്തോളം ഒരു കറക്റ്റ് ആയിട്ടുള്ള വഴിയിലൂടെ അല്ല കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളത് അവർക്ക് ബോധ്യപ്പെട്ടത് കൊണ്ടാണല്ലോ അത്. ഇതിൽ പിന്നെ നമുക്ക് പറയാവുന്ന ഒരു പോസിറ്റീവ് വശം എന്ന് പറയുന്നത്, ഇത്രത്തോളം അതിജീവിത സ്ട്രോങ് ആയിട്ട് ഫൈറ്റ് ചെയ്യാൻ തീരുമാനിച്ചതോടുകൂടി ഉണ്ടായ സിനിമാ ഫീൽഡിൽ തന്നെ ഉണ്ടായ സ്ത്രീകൾക്കിടയിൽ ഉണ്ടായ മാറ്റം, പൊതുസമൂഹത്തിൽ അതുണ്ടാക്കിയ ചലനം, ഇതൊക്കെ തന്നെയാണ് കാര്യമായിട്ടുള്ള അതിലൊരു മാറ്റമായിട്ട് ഞാൻ കാണുന്നത്. കോടതിയിൽ നിന്ന് ഇനി എന്ത് വിധി വന്നോട്ടെ, എന്ത് വിധി തന്നെ വന്നാലും WCC എന്ന് പറയുന്ന ഒരു സംഘടന രൂപീകരിക്കപ്പെട്ടു എന്നും ആ സംഘടന ഉണ്ടാക്കിയ ഒരു വിപ്ലവം, ഒരു ചലനം എന്ന് പറയുന്നത് ഒരിക്കലും നിഷേധിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല എന്നുള്ളതും തന്നെയാണ് ഏറ്റവും ഞാൻ അതിൽ പോസിറ്റീവായിട്ട് കാണുന്ന ഒരു കാര്യം. മാത്രമല്ല അത് പൊതുസമൂഹത്തിൽ സാധാരണ സ്ത്രീകൾക്ക് പോലും കൊടുത്തൊരു ഊർജം, ജൂനിയർ ആർട്ടിസ്റ്റുകളായിട്ടുള്ള നടിമാർക്ക് വരെ കൊടുത്തൊരു ഊർജം. ഹേമ കമ്മിറ്റിയുടെ എന്തോ ആയിപ്പോട്ടെ, നമ്മൾ വിചാരിച്ച അത്രയും ഒരു പോസിറ്റീവായിട്ടുള്ള സമീപനമൊന്നും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല, പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. പക്ഷെ എന്നാൽ അത് വെളിപ്പെടുത്തിയ കുറെ കാര്യങ്ങളുണ്ട്. ഒരുപാട് നടന്മാരുടെ പൊയ്മുഖങ്ങള് അത് വലിച്ചു കീറാൻ ആ ഒരു മൂവ്മെന്റിന് പറ്റിയിട്ടുണ്ട്. നമ്മൾ പലരെയും പണ്ട് കണ്ട ജയസൂര്യയും മുകേഷിനും നമ്മൾ ഇനി ഒരു സമൂഹവും പഴയ കണ്ടുകൊണ്ട് സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും ഒന്നും ഒരിക്കലും നോക്കി കാണാൻ പോകുന്നില്ല. ഇവനൊക്കെ ഇങ്ങനെയാണല്ലേ എന്ന് തിരിച്ചറിവോട് കൂടി തന്നെ ഈ ആളുകൾ അവരൊക്കെ നോക്കി കാണുള്ളൂ. അപ്പൊ അതെന്ന് പറയുന്നത് ഈ അതിജീവിത തുടങ്ങി വെച്ച യുദ്ധത്തിന്റെ ഒരു റിസൾട്ട് തന്നെയാണ്. അതാണ് ഏറ്റവും വലിയൊരു മാറ്റമായിട്ട് ഞാൻ കാണുന്നത്. കോടതിയിൽ നിന്നുള്ള വരുന്ന വിധിയേക്കാൾ കൂടുതൽ ആ വിധി എന്താണ് എന്നുള്ളത് എനിക്കും വലിയൊരു പ്രതീക്ഷ ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിങ്ങനെ പറയേണ്ടി വരുന്നത്. നമ്മളൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്, നീതി നടപ്പാവണം എന്ന് തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത്. പക്ഷെ പ്രതീക്ഷിക്കുന്നു എന്നൊരിക്കലും പറയാൻ കഴിയില്ല. പിന്നെ ദിലീപിന്റെ കേസില് ദിലീപിനെ സമൂഹം, ഒരു നടൻ എന്നുള്ള രീതിയിൽ അയാൾ മരിച്ചു കഴിഞ്ഞു. അയാൾക്ക് ജയില് ശിക്ഷ കിട്ടിയില്ലെങ്കിലും അയാൾ തൂക്കിക്കൊന്നില്ലെങ്കിലും ഒരു നടൻ എന്നുള്ള രീതിയിൽ ദിലീപ് മരിച്ചു കഴിഞ്ഞു എന്നുള്ളൊരു സത്യമാണ്. അയാളുടെ ഈ അടുത്തിറങ്ങിയ ഒരു സിനിമ പോലും വിജയിച്ചിട്ടില്ല. OTTക്ക് പോലും വേണ്ട. നമ്മുടെ പരിചയത്തിലുള്ള മനുഷ്യർ പോലും ദിലീപിന്റെ സിനിമയാണോ കാണുന്നില്ല. സോഷ്യൽ മീഡിയ നമ്മൾ എടുത്തു നോക്കിക്കോളൂ, എല്ലാവരും അതിന്റെ അടിയിൽ കമന്റ് ചെയ്യുന്നതാണ്, ഈ റേപ്പിസ്റ്റിന്റെ സിനിമ ഞാൻ കാണില്ല. എത്രയോ കമന്റുകളാണ് വരുന്നത്. ഇയാളെ സമൂഹം ശരിക്കും പൂർണ്ണമായിട്ടും ബഹിഷ്കരിച്ചു കഴിഞ്ഞു. അത് തന്നെയാണ് ഒരു നടന് കിട്ടാവുന്ന ഏറ്റവും വലിയ ശിക്ഷ. അതാണല്ലോ, അതിന് വലിയൊരു ശിക്ഷ അയാൾക്ക് കിട്ടാനില്ലല്ലോ. ശരിയാണ്, നമ്മളൊക്കെ പറയുന്ന പോലെ തന്നെ നീതി നടപ്പിലാവണം, കോടതി കറക്റ്റ് ആയിട്ടുള്ള വിധി കൊണ്ടുവരണം, അയാൾ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ അയാൾ അനുഭവിക്കണം. പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ പലതും വിലക്കെടുക്കപ്പെടുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായ നീതിയൊന്നും എനിക്കും പ്രതീക്ഷയൊന്നുമില്ല. എനിവേ, എന്തായാലും നീതി നടപ്പാക്കപ്പെടട്ടെ. കോടതി എന്നുള്ളത് നീതിപീഠമാണോ അനീതിപീഠമാണോ എന്നുള്ളത് നാളെ അറിയാം എന്ന് മാത്രമേ എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളൂ. ഓക്കെ, ശ്രീ ജോസ് തോമസ്,
ഒരു പറ്റം സ്ത്രീകളുടെ നിയമ പോരാട്ടം ഇതിനകത്തുണ്ട്. അത് സിനിമാ ഇൻഡസ്ട്രിയിൽ നിന്ന് മാറിയവരുടെ മാത്രമല്ല, അല്ലാത്തവരുടെയുമുണ്ട്. ഏത് തരത്തിലാണ് അതിജീവിതം എന്നൊരു ഒരു ടേം പോലും കോയിൻ ചെയ്ത് ഇതിനു ശേഷമാണല്ലോ. എങ്ങനെയാണ് എല്ലാ അതിജീവിതകളും എങ്ങനെയാണ് പോരാടുക, എങ്ങനെയാണ് മുഖം പോലും ഐഡന്റിറ്റി പോലും വെളിപ്പെടുത്തിക്കൊണ്ട് സധൈര്യം പോരാടുക എന്നുള്ളതിനൊക്കെ ഒരു റോൾ മോഡൽ പോലും വെച്ച ഒരു കേസാണ് ഇതിനകത്ത്. അപ്പോഴും നേരത്തെ ദിവ്യ പറഞ്ഞതുപോലെ ഒരു സിനിമാ നടൻ എന്ന രീതിയിൽ ഇനി എന്ത് വിധി ഉണ്ടായാലും ദിലീപ് എന്ന നടൻ ഇനി എത്ര ബാക്കിയുണ്ട്, ഇനി എന്തുണ്ട് ഫ്യൂച്ചർ എന്നുള്ളൊരു വലിയ ചോദ്യമുണ്ട്. എന്നിട്ടും ഫിലിം ഫ്രറ്റേണിറ്റിയിൽ താങ്കളടക്കമുള്ളവർ പ്രതീക്ഷിക്കുന്ന ആ ഒരു പ്രതീക്ഷയുണ്ടോ? അതെന്ത് അടിസ്ഥാനത്തിലാണ് പലതവണ ഈ കേസ് നീട്ടിക്കൊണ്ടുപോകാൻ, വിചാരണ നീട്ടിക്കൊണ്ടുപോയി 8 വർഷം ഈ നീട്ടിക്കൊണ്ടുപോയതിന് പിറകിൽ മുഴുവൻ ദിലീപാണ് എന്നുള്ളതിന്റെ എല്ലാ തെളിവുകളും പുറത്തു വന്നിട്ടും എന്തുകൊണ്ടാണ് ആ പിന്തുണ? ഈ 2 വനിതാ പാനലിസ്റ്റുകൾ പറഞ്ഞതിന്റെ ആകെ തുകയെന്നാണ്. ഇപ്പൊ നിങ്ങൾ പറയുന്നു 8 വർഷം ഈ കേസ് നീട്ടിക്കൊണ്ടുപോയത് ദിലീപ് നിരന്തരമായി കത്തി കൊടുത്തു നീട്ടിക്കൊണ്ടുപോയി എന്ന് പറയുന്നു. ഇനിയിപ്പോ അവര് 2 പേരും പറഞ്ഞതിന്റെ ആകെ തുക നാളെ ദിലീപിന് ശിക്ഷയൊന്നും കിട്ടില്ല എന്നാണ് ഞങ്ങളും വിചാരിക്കുന്നത്. കാരണം കോടതി അനീതിയാണ് കാണിക്കുന്നത് എന്നല്ലേ ആ ധന്യാരാമൻ പറഞ്ഞത്. കോടതിയിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല, ഇത് തന്നെ ഉണ്ടാവും എന്ന് ഞങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ദിലീപിനെ വെറുതെ വിട്ടാൽ ദിലീപിന്റെ പണത്തിന്റെ ബലത്തിൽ ദിലീപ് അവിടെ ഊരിപ്പോകുന്നു. അപ്പൊ ഈ പറയുമ്പോൾ നീതിന്യായ കോടതികൾ മുഴുവൻ അവിടെ ന്യായം നടക്കുന്നില്ല. പണത്തിന്റെ പേരിൽ പണത്തിന്റെ പുറകെ അവര് ന്യായങ്ങളെല്ലാം മാറ്റിമറിക്കുകയാണ് എന്നല്ലേ ഈ 2 വനിതാ പാനലിസ്റ്റുകൾ പറഞ്ഞതിന്റെ അർത്ഥം. ഇവിടെ രണ്ടാമത് വിദ്യ പറഞ്ഞു ദിലീപിന്റെ പണമുള്ളത് കൊണ്ട് തന്നെ ഇപ്പോഴും വന്ന് സപ്പോർട്ട് ചെയ്യുകയാണെന്ന്. മാഡം, ദിലീപിന്റെ കയ്യിൽ നിന്ന് 1 രൂപയെങ്കിലും മേടിച്ചിട്ടോ ഒന്നുമല്ല ഞങ്ങളാരും സംസാരിക്കുന്നത്. അപ്പോ ഞാൻ അങ്ങനെ പറയുകയാണെങ്കിൽ അതിജീവിതയിൽ നിന്ന് നിങ്ങൾ കാശ് മേടിച്ചിട്ടുണ്ടോ? നിങ്ങൾ അതിജീവിതയെ സപ്പോർട്ട് ചെയ്യാൻ അങ്ങനെ പറയേണ്ടി വരും. ഇത് അതല്ല ഞാൻ പറഞ്ഞത്. നിയമത്തിന്റെ വഴിക്ക് പോട്ടെ, പക്ഷേ കോടതിയെ വരെ നിയമം മാറ്റി എഴുതിക്കാൻ മിടുക്കനാണ് ദിലീപ് എന്ന് നിങ്ങൾ പറയുമ്പോൾ എനിക്ക് അത്ഭുതമാണ്. നിങ്ങൾ എങ്ങനെയാണ് ഈ ധന്യാരാമൻ അഡ്വക്കേറ്റ് ആണോ എന്ന് എനിക്ക് സംശയമുണ്ട്, എനിക്കറിയില്ല, തെറ്റാണെങ്കിൽ ക്ഷമിക്കണം. നിങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെ കോടതിയെ വരെ അല്ലെങ്കിൽ ജഡ്ജിനെ വരെ സ്വാധീനിക്കാൻ കഴിവുള്ള ഒരാളാണ് ദിലീപ് എന്ന് പറയുന്നത്? അതിനുള്ള പണം അയാൾ വാരി എറിയും എന്ന് പറയുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നുകയാണ്. അങ്ങനെയാണോ നമ്മുടെ നീതിന്യായ കോടതി? നമ്മളൊക്കെ സത്യസന്ധമായി കോടതി നമുക്ക് തെറ്റ് കണ്ടാൽ അല്ലെങ്കിൽ നിരപരാധിയാണെങ്കിൽ അയാളെ വെറുതെ വിടും, കുറ്റവാളിയാണെങ്കിൽ ശിക്ഷിക്കും എന്ന് പറഞ്ഞില്ലേ നമ്മൾ കോടതിയിൽ മുമ്പിലേക്ക് പോകും. അവിടെ എങ്ങനെയാണ് പണം കൊടുത്ത് ഒരു ജഡ്ജിയെ സ്വാധീനിക്കാൻ കഴിയുമോ? ആ ജഡ്ജി കേട്ട അവരൊരു വനിതയില്ലേ, അവര് കേട്ട പരാതികൾക്ക് കണക്കുണ്ടോ? അവരെ കുറിച്ച് സോഷ്യൽ മീഡിയ എഴുതിയതിന് കണക്കുണ്ടോ? എന്താണ് ഒരാളെ ഇപ്പൊ അയാൾ പുരുഷനാണോ നടനാണോ എന്നുള്ളതല്ല. ഇപ്പം രണ്ടാമത്തെ വിദ്യ പറയുന്നത് കേട്ടു, നടൻ എന്നുള്ളതിലേക്ക് ദിലീപ് മരിച്ചു കഴിഞ്ഞു. മരിക്കട്ടെ, സംസ്കാരം നടക്കട്ടെ, 16 അടിയന്തരവും കഴിയട്ടെ, അത് അയാളെ ബാധിക്കുന്ന പ്രശ്നം. എന്നാൽ സിനിമ ഇൻഡസ്ട്രിയെ അയാളുടെ സിനിമകൾ ഓടാത്തതോ അല്ലെങ്കിൽ അയാൾക്ക് സിനിമയില്ലാത്തതോ ഒന്നും സിനിമ ഇൻഡസ്ട്രിയെ ബാധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പുതിയ ഒരുപാട് നടന്മാരും നടികളും ഒക്കെ വരുന്നു. ഇതല്ല പ്രശ്നം. ഞാൻ പറയുന്നത് നിരപരാധിയാണെങ്കിൽ ഇപ്പൊ ഇവര് പാനലിസ്റ്റുകളൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ദിലീപ് കുറ്റം ചെയ്തിരിക്കുന്നു, അതിജീവിതയ്ക്ക് ന്യായം